നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അർജുൻ ആയങ്കി കരുതൽ തടങ്കലിൽ. നിരവധി കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയാണ് ഇപ്പോൾ കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നത്. സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് അർജുൻ ആയങ്കിയെ കരുതൽ തടങ്കലിലെടുത്തത്. പുന്നേക്കാടുള്ള റിസോർട്ടിൽ വെച്ച് കോതമംഗലം പോലീസാണ് അർജുൻ ആയങ്കിയും സുഹൃത്തുക്കൾ അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലുള്ളവരിൽ മരട് അനീഷിന്റെ കൂട്ടാളികളുമുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയം. അർജുൻ ആയങ്കി എന്തിനാണ് കോതമംഗലം സ്റ്റേഷൻ പരിധിയിൽ എത്തിയത് എന്ന കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. നേരത്തെ ഡിവൈഎഫ്ഐ അഴീക്കോട് കപ്പക്കടവ് യൂണിറ്റ് സെക്രട്ടറിയായിരുന്നു അർജുൻ ആയങ്കി. CPIM ലീഗ്, CPIM BJP സംഘർഷങ്ങളിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന അർജുൻ ആയങ്കി ലഹരിക്കടത്ത് സംഘങ്ങളുമായി അടുത്തതോടെ ഡിവൈഎഫ്ഐ പുറത്താക്കി. പിന്നീട് നവമാധ്യമങ്ങളെ അക്കൗണ്ടുകളിൽ CPM പ്രചാരണം സ്വന്തം രീതിയിൽ നടത്തുന്നുണ്ട് അർജുൻ ആയങ്കി. ഇതിനെ മറിയാക്കി സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു എന്നടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം കാരിയറെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും തട്ടിയെടുക്കുകയാണ് അർജുനും സംഘവും ചെയ്തിരുന്നത്. ഗൾഫിലും കേരളത്തിലുടനീളവും അർജുൻ ആയങ്കി നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരുന്നതായാണ് പോലീസ് കണ്ടെത്തലുണ്ടായത്. എന്തായാലും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് അർജുൻ ആയങ്കിയെ. കോതമംഗലത്തെ ആഡംബര റിസോർട്ടിൽ നിന്നാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വേറെ 9 പേർ കൂടി ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആഡംബര വാഹനം ഉൾപ്പെടെ 3 വാഹനങ്ങളായാണ് അർജുനും സംഘവും കോതമംഗലത്തിന് സമീപത്തെ റിസോർട്ടിലെത്തിയത്. രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും അർജുൻ ഉൾപ്പെടെ 10 പേരെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഇവരെ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ്. എന്തിനാണ് ഇവർ റിസോർട്ടിലെത്തിയത്, ലക്ഷ്യം എന്താണ് എന്നതടക്കമുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. മറ്റെന്തെങ്കിലും പദ്ധതികൾ ഉണ്ടായിരുന്നോ, കാരണം മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാണ്. അർജുനൊപ്പം കസ്റ്റഡിയിലെടുത്ത മറ്റു 2 പേർക്ക് എറണാകുളത്തെ പ്രധാനപ്പെട്ട കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തൽ. വോട്ടെണ്ണലിന്റെ തലേ ദിവസം ഇവർ ഒത്തുകൂടിയത് എന്തിനെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും കരുതൽ തടങ്കലിലാണ്. നാളെയാണ് വോട്ടെണ്ണൽ. എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇവർ പദ്ധതിയിട്ടത് എന്ന ചോദ്യമൊക്കെ ബാക്കിയാവുകയാണ്. അപ്പോൾ എന്തായാലും നാളെ വോട്ടെണ്ണൽ ദിവസമാണ്. നമ്മളെ ആരിനി ഭരിക്കാൻ പോകുന്നു എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമുള്ള കാത്തിരിപ്പാണ്. നാളത്തെ ദിവസത്തിനായി നമ്മളെല്ലാവരും തയ്യാറെടുക്കുകയാണ്. എന്താണ് റിസൾട്ട്, അല്ലെങ്കിൽ കേരളം എന്താണ് വിധി എഴുതിയിരിക്കുന്നത്, LDFന് നേരെയുള്ള കേരളത്തിൻ്റെ വിധി എന്താണ്, UDFന് നേരെയുള്ള കേരളത്തിൻ്റെ വിധി എന്താണ്, BJPക്ക് നേരെയുള്ള കേരളത്തിൻ്റെ വിധി എന്താണ്. അപ്പോൾ നാളെയാണ് ആ ദിവസം. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ ആകാംക്ഷയിലാണ് കേരളം. വോട്ടെണ്ണൽ ദിവസം മുന്നണികളെ നയിച്ച നേതാക്കൾ എവിടെയായിരിക്കുമെന്നത് ഒരു ചോദ്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം പിണറായിയിലെ വീട്ടിൽ തന്നെയായിരിക്കും. അവിടെ ഇരുന്നാണ് അദ്ദേഹം ആ വിധി അറിയാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിൽ നിന്നും അദ്ദേഹം പോയിരുന്നു. ഔദ്യോഗിക യാത്രയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. അതിനുശേഷമാണ് ക്ലിഫ് ഹൗസിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങിയത്. ശേഷം അദ്ദേഹം പിണറായിയിലെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വീണ്ടും ഇവിടേക്ക് മടങ്ങി വരുമോ എന്നതാണ് ചോദ്യം. എന്തായാലും പിണറായിയിലെ വീട്ടിലിരുന്നാണ് അദ്ദേഹം നാളത്തെ റിസൾട്ട് അറിയാൻ പോകുന്നത്. ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം തിരിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തലസ്ഥാനത്തായിരിക്കും. അദ്ദേഹം ഇന്ന് രാത്രി തലസ്ഥാനത്തെത്തും. വോട്ടെണ്ണലിൻ്റെ അന്നും തുടർന്നുള്ള ദിവസങ്ങളും തിരുവനന്തപുരത്തുണ്ടാകും. പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. പ്രത്യേകിച്ച് ഇന്ദിരാഭവനിലൊക്കെ വലിയ രീതിയിലുള്ള പന്തലൊക്കെ ഒരുങ്ങുന്നുണ്ട്. പന്തൽ വെറുതെ ആകുമോ അതോ ഫലവത്താകുമോ എന്നൊക്കെ അറിയാൻ നാളെ തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പ്രതിപക്ഷ നേതാവ് തലസ്ഥാനത്തായിരിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഡൽഹിയിലാണ്. അദ്ദേഹം വോട്ടെണ്ണലിൻ്റെ അന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രമേശ് ചെന്നിത്തല ഹരിപ്പാട് വീട്ടിലിരുന്നാണ് അദ്ദേഹം നാളത്തെ വോട്ടെണ്ണൽ ദിവസം ആയിരിക്കുക. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തെത്തും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വോട്ടെണ്ണൽ ദിവസം വരെ തിരുവനന്തപുരത്തുണ്ടാകും. ഫലം വന്ന ശേഷം തിരുവനന്തപുരത്ത് തുടരേണ്ടതുണ്ടെങ്കിൽ തുടരും, അല്ലെങ്കിൽ കണ്ണൂരിലേക്ക് മടങ്ങും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിലെത്തും. ഉച്ചവരെ തിരുവനന്തപുരത്ത് തുടർന്ന ശേഷം കണ്ണൂരിലേക്ക് യാത്ര തിരിക്കും. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വോട്ടെണ്ണൽ ദിനത്തിൽ BJP സംസ്ഥാന ഓഫീസിലും മത്സരിച്ച നേമത്തുമായി ഉണ്ടാകും. എങ്ങനെയാണ് വിധി എന്നൊക്കെ അറിയാൻ എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇത്തരത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിലിരുന്ന് തന്നെയാണ് റിസൾട്ട് അറിയാൻ പോകുന്നത്. എന്തായാലും വളരെ ആകാംക്ഷ നിറഞ്ഞ ദിവസത്തിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളൊക്കെ സംബന്ധിച്ച് വലിയൊരു ആവേശം നിറഞ്ഞ ദിവസമാണ് നാളെ. പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർക്കൊക്കെ വലിയ രീതിയിലുള്ള ആവേശം. തോൽക്കുന്നവർക്ക് വിഷമമുണ്ടാകും, ജയിക്കുന്നവർക്ക് സന്തോഷമുണ്ടാകും. എന്തായാലും നാളെ സംസ്ഥാനത്ത് കരുതൽ അല്ലെങ്കിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. നാളെ ആവേശമുണ്ടാകും, ആഘോഷമുണ്ടാകും. ഭരണം നേടുന്നവരുടെ ഭാഗത്തു നിന്ന് ആഘോഷത്തിൻ്റെ തിമിർപ്പൊക്കെ ഉണ്ടാകും. എന്തായാലും വലിയ രീതിയിലുള്ള കരുതലൊക്കെ ഉണ്ടാകും. അതേസമയം വോട്ടെണ്ണ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനമായിരിക്കും നാളെ സംഭവിക്കുക എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ടുകൾ ഉൾപ്പെടെ UDFന് കെട്ടിയിട്ടുണ്ടെന്നതൊരു സർവേകൾക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കേരളത്തിൽ 1977 ആവർത്തിക്കുമെന്നും 111 സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. പൂഞ്ഞാറിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് PC ജോർജ്. ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവരുമായി 1 കോടി രൂപ പന്തയം വയ്ക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത തിരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് ഭരിക്കുമെന്നും PC ജോർജിന്റെ പ്രതീക്ഷ. അതേസമയം മുഖ്യമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസിന് തീരുമാനിക്കാമെന്ന് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. ആരെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസിന് സ്വാതന്ത്ര്യമുണ്ട്. ലീഗിന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള ചർച്ചകൾ മെയ് 4 ശേഷമെന്നും മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതേസമയം LDF വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു പറയാനാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. 60 മുതൽ 69 സീറ്റ് വരെ LDFന് കിട്ടുമെന്ന് എക്സിറ്റ് പോൾ ഫലം പറയുന്നുണ്ടെന്നും കേവല ഭൂരിപക്ഷത്തിന് പിന്നെ 2 സീറ്റല്ലേ വേണ്ടതുള്ളൂവെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. എന്തായാലും ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത അവസാന നിമിഷം ആന്റി ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് ജനങ്ങളുടെ പ്രതികരണം ആരാഞ്ഞിരുന്നു. ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി അവരുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ചാൻസ് ഇപ്പോൾ ഫലങ്ങൾ എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. തുടർഭരണം ഉണ്ടാവും. ബാധിക്കുമെന്ന് തോന്നുന്നു. UDF വരുമെന്നാണ്. എന്തുകൊണ്ടെന്ന് എക്സിപ്പോൾ പറഞ്ഞല്ലോ. അവര് മൂന്നാം ഇനി തുടർഭരണം പറ്റില്ല. എന്തായാലും UDF വരാൻ ചാൻസ് ഉണ്ട്. പ്രതീക്ഷ അവര് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്ത്രീകൾക്കൊക്കെ ബസ് യാത്ര പറഞ്ഞിട്ടുണ്ട്. സൗജന്യ യാത്ര, പെൻഷൻ കൂട്ടുന്നുണ്ട്. അങ്ങനെ പൊതു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്നാണ് സജഷനാണ്. രമേശ് ചെന്നിത്തല, KC വേണുഗോപാലൊക്കെ ലിസ്റ്റിൽ നിൽപ്പുണ്ട്. സജഷനാണല്ലോ പണി ചെയ്യുന്നത്. പുള്ളിയാണല്ലോ എല്ലാത്തിലും നിൽക്കുന്നത്. പുള്ളിയാണ് എല്ലാം ഇൻഫോൾഡ്. UDF വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. BJP എവിടെയെങ്കിലും താമര വിരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. BJPക്ക് ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. വിരിഞ്ഞാൽ അതെ, കോൺഗ്രസ് കാര്യം ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ജനങ്ങളിലുണ്ട്. പിന്നെ VD സതീശന്റെ നല്ലൊരു പ്രതീക്ഷയാണ്. പിന്നെ അത് മാത്രമല്ല, കോൺഗ്രസ് കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കേണ്ട ആവശ്യകത ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട്. അതാണ് ഞാൻ പ്രധാനമായിട്ടും കാണുന്നത്.